Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഹലോ മക്കളെ, നമ്മൾ ക്ലാസ് 4-ൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1-ന്റെ ക്ലാസ് 4-ൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെയായി നമ്മൾ 3 പിക്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ? അതിൽ നമ്മൾ റൂൾ 1-ഉം 2-ഉം പഠിക്കുകയും ചെയ്തു. റൂൾ 1 എന്തായിരുന്നു? ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. എന്താണ് പറഞ്ഞത്? ചിത്രം വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുക, എന്നിട്ട് കുറച്ച് നേരം എടുത്ത് അതിൽ വീക്ഷിക്കുക, എന്നിട്ട് അതിലെ പീപ്പിൾ, ഒബ്ജെക്ട്സ്, കളേഴ്സ്, ആക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? നോട്ടീസ് ചെയ്യുക അല്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി നോക്കുക. രണ്ടാമത്തെ റൂൾ എന്താണ്? അതിൽ പറയുന്നത് ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ. മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താണോ അത് തിരിച്ചറിയുക. എന്താണ് അതിൽ കാണിച്ചിട്ടുള്ളത്? അതൊരു പ്ലേ ഗ്രൗണ്ട് ആണോ, അതൊരു പാർക്കാണോ, അതൊരു സീഷോർ ആണോ, അല്ലെങ്കിൽ അതൊരു സൺസെറ്റിന്റെ സീനറി ആണോ? എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അതവിടെ തിരിച്ചറിയുക. ഓക്കെ, എന്താണ് ആ ചിത്രം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാലാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുക അല്ലേ? സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അത് തന്നെയാണ് എഴുതാറ് അല്ലേ? ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? റൂൾ നമ്പർ 3. എന്താണ് റൂൾ 3 പറയുന്നത്? ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജെക്ട്സ്. നമ്മൾ ആ ചിത്രം എന്താണ്, ആദ്യം ചിത്രത്തെ സൂക്ഷിച്ചു നോക്കി അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ മെൻഷൻ ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള പീപ്പിളിനെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടും സംസാരിക്കണം, അല്ലെങ്കിൽ പറയണം. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിൽ നമ്മൾ അതിലുള്ള ആളുകളെ കുറിച്ചും വസ്തുക്കളെ കുറിച്ചും പറഞ്ഞിരിക്കണം. അതാണ് മൂന്നാമത്തെ റൂൾ. ഓക്കെ, റൂൾ നമ്പർ 3, ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജക്ട്സ്. Look at the picture carefully, identify the main idea, talk about people or objects. ഈ talk about people or objects എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ എന്താണ്, എന്ത് സെന്റൻസ്, ഏത് രീതിയിലുള്ള സെന്റൻസസ് ആണ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്? നമ്മൾ ആരെ കാണുന്നു, എന്തിനെ കാണുന്നു എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സെന്റൻസസ് ആണ് ഉണ്ടാക്കേണ്ടത്. വി സീ ചിൽഡ്രൻ, അല്ലെങ്കിൽ മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സെന്റൻസ് ആയിട്ട് 1-2 ഡിസ്ക്രിപ്ഷനിൽ എഴുതി. അതെന്താണ്? അത് തന്നെയാണിത്. മെൻഷൻ ചെയ്യുന്നു. ആരെ, ഹൂ, ആരെയാണ് കാണുന്നത്, വാട്ട്, എന്താണ് കാണുന്നത് എന്ന് മെൻഷൻ ചെയ്യുക. ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജെക്ട്സ്. അപ്പം 3rd റൂൾ നമ്മൾ നോക്കി. ബാക്കി റൂൾസ് വരുന്ന ക്ലാസ്സസിൽ നോക്കാം. ഇനി നമുക്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മൾ ചിത്രത്തിലേക്ക് എത്തി. നമ്മുടെ റൂൾ നമ്പർ 1, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ശ്രദ്ധയോടുകൂടി ചിത്രം നോക്കൂ. നോക്കിയോ? കുറച്ച് സമയമെടുത്ത് നോക്കിയോ? അതിലെ പീപ്പിൾ, ഒബ്ജെക്ട്സ്, കളേഴ്സ്, ആക്ഷൻസ് ഒക്കെ നോട്ടീസ് ചെയ്തോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? റൂൾ നമ്പർ 2, ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ. ഈ ചിത്രത്തിന്റെ മെയിൻ ഐഡിയ എന്താണ്? അതൊരു പാർക്കാണല്ലേ കാണിക്കുന്നത്. ദിസ് picture shows a park. This picture shows a park. അതാണ് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ്. പിന്നെ എന്താണ് നമ്മൾ വേണ്ടത്? ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജെക്ട്സ്. അവിടെയുള്ള ആളുകളെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചും പറയുക. അപ്പം നമുക്ക് മൊത്തത്തിൽ അവിടെ കുട്ടികൾ മാത്രമാണ് ഉള്ളത്? അല്ല, അവിടെ മറ്റ് ഏജിലുള്ള ആളുകളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ പാർക്ക് എന്ന് പറഞ്ഞത് അല്ലേ? അതായത് ഇരിക്കാനുള്ള ബെഞ്ചസ്, അവിടെ പാർക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? കുട്ടികളെ മാത്രമല്ല നമ്മളവിടെ കാണുന്നത്, പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളെ കാണണം, എന്നാലേ അതൊരു പാർക്കാവുള്ളൂ. കുട്ടികൾ മാത്രം ഉണ്ടെങ്കിൽ അതിന് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇത് പ്ലേ ഗ്രൗണ്ട് ഉള്ള ഒരു പാർക്ക്. ശരിക്കും ഇതൊരു പാർക്കാണ് നമ്മൾ കാണുന്നുള്ളത്. കളിക്കാനിടമുള്ള ഒരു പാർക്കാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണം എന്താണ്? അവിടെ വയസ്സായ 2 പേരെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത് ചെറിയ കുട്ടികൾ മാത്രമല്ല, മറ്റു പ്രായത്തിലുള്ള ആളുകളും വന്നിരിക്കുന്ന ഇടമാണ്. സോ ഇറ്റ് ഇസ് എ പാർക്ക്. ദിസ് പിക്ചർ ഷോസ് എ പാർക്ക്. പിന്നെ എന്താ നമുക്ക് എഴുതാം? മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹിയർ. മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ് ഹിയർ. ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരുപാട് കുട്ടികൾ
കളിക്കുന്നുണ്ട്. ഇവിടെ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ള എന്താണ്? അടുത്തത് ടീച്ചർ മാർക്ക് ചെയ്തത് എന്താണ്? ട്രാംപലീൻ അല്ലേ? ഒരു ട്രാംപലീൻ്റെ മുകളിലൊരു ബോയ് എന്താണ്? ചാടുകയാണ്. എ ബോയ് ഇസ് ജമ്പിങ് ഓൺ എ ട്രാംപലീൻ. എ ബോയ് ഇസ് ജമ്പിങ് ഓൺ എ ട്രാംപലീൻ. എ ബോയ് ഇസ് ജമ്പിങ് ഓൺ എ ട്രാംപലീൻ. ഒരു ബോയ് ട്രാംപലീനിൽ ചാടുന്നു. നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞു ട്രാംപലീനെ കുറിച്ച്. ഇതിലും നമുക്ക് ട്രാംപലീൻ ഉണ്ട് അല്ലേ? എ ബോയ് ഇസ് ജമ്പിങ് ഓൺ എ ട്രാംപലീൻ. എ ബോയ് ഇസ് ജമ്പിങ് ഓൺ എ ട്രാംപലീൻ. ഓക്കെ അല്ലേ? ഇവിടെ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയല്ലേ? എ ചൈൽഡ് ഇസ് റൈഡിങ് എ ബൈസിക്കിൾ. എ ചൈൽഡ് ഇസ് റൈഡിങ് എ ബൈസിക്കിൾ. ഈ റൈഡിങ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചറെ റൈഡിങ് എന്ന് എഴുതുന്നതിന് പകരം ഡ്രൈവിംഗ് എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? ഇല്ല. റൈഡ് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഓടിക്കുന്നതാണ്. ലൈക്ക് ഇപ്പോൾ കാർ. ഓക്കെ, അതാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ മേൽ കയറിയിരുന്ന് ഓടിക്കുന്നത് റൈഡ്. ഓക്കെ, നേരെ മറിച്ച് കാറിൽ റൈഡ് ചെയ്യാൻ പറ്റും. ആർക്കറിയോ? ഡ്രൈവർ അല്ലാത്തവർ റൈഡ് ചെയ്യാണ്. ഓക്കെ, ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവ് ചെയ്യാത്ത വ്യക്തി, കാറിൽ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾ റൈഡ് ചെയ്യാണ്. ഓക്കെ, നേരെ മറിച്ച് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഒക്കെ ഓടിക്കുന്നത് റൈഡിങ് ആണ്. നമ്മൾ ഹോഴ്സ് അല്ലേ, അതിൽ റൈഡല്ലേ ചെയ്യുക. ഓക്കെ, അതാണ് റൈഡ് ആൻഡ് ഡ്രൈവ് ഇസ് ഡിഫറെൻറ്റ്. ഒരു കാറ് റൈഡ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മറ്റൊരാൾ ഓടിക്കുന്ന കാറിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നേരെ മറിച്ച് വണ്ടി ഓടിക്കുന്ന വ്യക്തി ഡ്രൈവാണ് ചെയ്യുന്നത്. ഓക്കെ, ബസ്സായാലും ഡ്രൈവാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിൻ്റെ മേലെ കയറിയിരിക്കുന്നതാണ് റൈഡ്. നമ്മൾ അകത്ത് കയറിയിരുന്ന് ഓടിക്കുന്നതാണ് ഡ്രൈവ്. ഓക്കെ, അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സൈക്കിൾ ഡ്രൈവ് ചെയ്യുക എന്ന് നമ്മൾ പറയില്ല, സൈക്കിൾ റൈഡ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആ കുട്ടി ഉണ്ട്, അതുകൊണ്ടാണ് മോനെ എന്ന് പറഞ്ഞത്. ഓക്കെ, എ ചൈൽഡ് ഇസ് റൈഡിങ് എ ബൈസിക്കിൾ. എ ചൈൽഡ് ഇസ് റൈഡിങ് എ ബൈസിക്കിൾ. അടുത്ത എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അവിടെ ആ കുട്ടി എന്താ ചെയ്യുന്നത്? കടലാസ് തോണി ഉണ്ടാക്കിയിടുകയാണ് അല്ലേ? അവിടെ വയ്ക്കുകയാണ്, വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വയ്ക്കുക, പ്ലേസ് ചെയ്യുക അല്ലേ? പ്ലേസ് ചെയ്യുക, PLACE, പ്ലേസ് ചെയ്യുക, തന്നെയാണ് വയ്ക്കുക. ഓക്കെ, എ ബോയ് ഇസ് പ്ലേസിങ് എ പേപ്പർ ബോട്ട് ഇൻ ദ ഫൗണ്ടൻ. എ ബോയ് ഇസ് പ്ലേസിങ് എ പേപ്പർ ബോട്ട് ഇൻ ദ ഫൗണ്ടൻ. ഫൗണ്ടനിൽ ഒരു കടലാസ് തോണി വയ്ക്കുകയാണ് ആ ആൺകുട്ടി, ആ ബോയ്. ഓക്കെ, എ ബോയ് ഇസ് പ്ലേസിങ് എ പേപ്പർ ബോട്ട് ഇൻ ദ ഫൗണ്ടൻ. എ ബോയ് ഇസ് പ്ലേസിങ് എ പേപ്പർ ബോട്ട് ഇൻ ദ ഫൗണ്ടൻ. എ ബോയ് ഇസ് പ്ലേസിങ് എ പേപ്പർ ബോട്ട് ഇൻ ദ ഫൗണ്ടൻ. ഓക്കെ അല്ലേ? നോക്കൂ, എന്താണ് ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഫൗണ്ടൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കുട്ടി കടലാസ് തോണി ഇടുന്നത് നമ്മൾ വയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അതിൻ്റെ കുറച്ച് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു കുട്ടിയുണ്ട്, മറ്റൊരു ബോയ് ഉണ്ട്. എന്താണ് ചെയ്യുന്നത്? അവൻ ഭക്ഷണം കൊടുക്കുകയാണ് മീനിന് അല്ലേ? മീനിന് തീറ്റ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അതെങ്ങനെ നമുക്ക് പറയാം? another boy is feeding. ഫീഡ് ചെയ്യുന്നു, തീറ്റ കൊടുക്കുന്നു. ആരെയാണ് ഫീഡ് ചെയ്യുന്നത്? ഫിഷ് ഇൻ ദ വാട്ടർ, വെള്ളത്തിലുള്ള മീനിനെ. another boy is feeding fish in the water. another boy is feeding fish in the water. ഓക്കെ, ഇവിടെ ഫിഷസ് എന്ന് പറയില്ല, ഫിഷസ്. അതിലെന്താ വ്യത്യാസം? ഒരു മീൻ, അതായത് നമ്മളിപ്പോൾ ഭക്ഷണമാക്കുന്ന മീനിൻ്റെ പേര് പറയാം. നമ്മൾ പറയാം ഒരു മത്തി.
അത് ഫിഷ്. 2 മത്തി ഫിഷ് തന്നെ. 1 അയില ഫിഷ്. 2 അയില ഫിഷ് തന്നെ. നേരെ മറിച്ച് 1 അയിലയും 1 മത്തിയും അല്ലെങ്കിൽ 2 അയിലയും 2 മത്തിയും, അതായത് ഡിഫറെൻറ്റ് ഫിഷ് വരുന്ന സമയത്ത്, ഡിഫറെൻറ്റ് ഫിഷസ് വരുന്ന സമയത്ത് അത് ഫിഷസ്. ഓക്കെ, മനസ്സിലായല്ലോ? 1 മത്തിയും 10 മത്തിയും ഫിഷ് തന്നെ. നേരെ മറിച്ച് 1 മത്തിയും 1 അയിലയും വന്നു കഴിഞ്ഞാൽ ഫിഷസ് ആയി. അതായത് ഡിഫറെൻറ്റ് ഫിഷ് ആകുമ്പോൾ ഫിഷസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിഷ് എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, പ്ലൂറൽ ഓഫ് ഫിഷ് ഇസ് ഫിഷ് ഇഫ് ബോത്ത് ഓർ മെനി ഫിഷസ് ആർ ഓഫ് ദ സെയിം ടൈപ്പ്. ഓക്കെ, നേരെ മറിച്ച് ഡിഫറെൻറ്റ് ഫിഷസ് ആണ് ഉള്ളതെങ്കിൽ ഫിഷസ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഫിഷ് ഉണ്ട്, അത് ഡിഫറെൻ്റ് ആണ്, അതായത് അതിൻ്റെ വിഭാഗം ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഫിഷസ് എന്ന് പറയും. നേരെ മറിച്ച് ഒറ്റ ടൈപ്പ് ഫിഷ് തന്നെ ഒരുപാടെണ്ണം ഉണ്ടായാൽ നമ്മൾ ഫിഷ് എന്ന് തന്നെ പറയുള്ളൂ. ഓക്കെ, another boy is feeding fish in the water. Another boy is feeding fish in the water. നെക്സ്റ്റ് എന്താണ് കാണുന്നത്? സ്ലൈഡിൽ എന്താണ് സ്ലൈഡ് ചെയ്ത് വരികയാണ് അല്ലേ, താഴേക്ക് വരികയാണ് ഒരു പെൺകുട്ടി. A girl is sliding down a slide. A girl is sliding down a slide. A girl is sliding down a slide. ഒരു പെൺകുട്ടി സ്ലൈഡിൽ നിരങ്ങി താഴേക്ക് വരുന്നു. ഒരു പെൺകുട്ടി സ്ലൈഡിൽ നിരങ്ങി താഴേക്ക് വരുന്നു. A girl is sliding down a slide. A girl is sliding down a slide. പിന്നെ എന്താണ് ഇവിടെ കാണുന്നത്? A child is climbing the play structure. അതല്ലേ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കളിക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഇതിലേക്ക് ആ കുട്ടി കയറുകയാണ്. നമ്മൾ പഠിച്ചതാണ് ലെവൽ 1. ലെവൽ 1 ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവും ക്ലൈം എന്നുള്ളത് കയറുക എന്നുള്ള ഏതർത്ഥത്തിലാണ് പറയുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി എന്താണ് ആ കളിക്കുന്ന സ്ട്രക്ചറിലേക്ക് കയറി പോവാണ് അല്ലേ. അപ്പോൾ അതിനെന്താ പറയുക? ചൈൽഡ് ഈസ് ക്ലൈമ്പിങ് ദ പ്ലേ സ്ട്രക്ചർ. ചൈൽഡ് ഈസ് ക്ലൈമ്പിങ് ദ പ്ലേ സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് ലെവൽ 1 ക്ലാസ് പങ്കെടുക്കാത്ത കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ലെവൽ 1 ചെയ്യാൻ മടി പിടിച്ചാണ് ലെവൽ 1 ചെയ്യാത്തതെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോസ് 1 മുതൽ 50 വരെയുള്ളത് കാണുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്. അത് വളരെ നല്ലതാണ്. നിങ്ങൾ അത്രയും വാക്കുകൾ 500-ൽ കൂടുതൽ വാക്കുകൾ നിങ്ങൾ അതിലൂടെ ഒന്ന് പരിചയപ്പെടും. ഓക്കെ, അത് ശ്രമിക്കുക പരമാവധി. ഓക്കെ, a child is climbing the play structure. A child is climbing the play structure. അടുത്തത് ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? അവിടെ ഒരു കുട്ടി പട്ടം പറത്തുവാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ചെറിയ ഏരിയയിൽ നിന്ന് പട്ടം പറത്താൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്തേ, ടീച്ചർ ഒന്ന് കാണട്ടെ. പട്ടം പറത്താൻ അറിയുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാലോ. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിടൂ എന്ന് പറയുന്നതല്ലാതെ ആരും ഇടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പെൺകുട്ടി പട്ടം പറത്തുകയാണ്. ആ സ്ലൈഡിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് അല്ലേ. പക്ഷെ ആ അടുത്ത് എന്ന് പറയുന്നത് അത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. ഇവിടെ ശരിക്കും തൊട്ടടുത്ത് മുട്ടിയിരുന്നോണ്ടാണോ സ്ലൈഡിനോട് മുട്ടിയിരുന്നിട്ടാണോ ഈ കുട്ടി പട്ടം പറത്തുന്നുണ്ടാവും? ഒരിക്കലും അല്ല അല്ലേ. കൈയൊക്കെ ഫ്രീ ആയി ഇടാനുള്ള ഒരു സ്ഥലം വേണം. ഓക്കെ, സോ നമ്മൾ എന്തുപയോഗിക്കണം? ബിസൈഡ് ഉപയോഗിക്കാതെ നിയർ ഉപയോഗിക്കണം. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുരുമ്മി നിൽക്കുന്നതാണെങ്കിൽ ബിസൈഡ്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും തീരെ ഇല്ല എങ്കിൽ, വളരെ അടുത്താണ്, ഗ്യാപ്പ് ചെറിയ നാരോ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസൈഡ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നിയർ ഉപയോഗിക്കണം. കാരണം ആ കുട്ടി ഒരു പ്രവൃത്തി ചെയ്യാണ്, സ്വാഭാവികമായി സ്ലൈഡിനോട് തൊട്ടുരുമിയിട്ടൊന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിയർ എന്നാണ്. ഗേൾ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് നിയർ ദ ബ്ലൂ സ്ലൈഡ്. A girl is flying a kite near the blue slide. ഒരു പെൺകുട്ടി ബ്ലൂ സ്ലൈഡിന് സമീപത്ത് നിന്നുകൊണ്ട് പട്ടം പറത്തുന്നു. A girl is flying a kite near the blue slide.
A girl is flying a kite near the blue slide. ടീച്ചർ ബിസൈഡും നിയറും ഇത് രണ്ടിൻ്റെയും വ്യത്യാസം പറഞ്ഞു തന്നു. അത് ഓർത്ത് വെക്കുക. പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന മിസ്റ്റേക്കാണത്. ഈ ബിസൈഡ് എന്തിൻ്റെ കേസിലാണ്, നിയർ എന്തിൻ്റെ കേസ്, ഇത് രണ്ടും എന്തിനാണ് അടുത്ത്, സമീപത്ത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ബിസൈഡ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയും ബിസൈഡ് യൂസ് ചെയ്യില്ല, നിയറാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, ഇവിടെ ടീച്ചർ എന്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു ബെഞ്ചിൻ്റെ മേലെ 2 പ്രായമായ ആളുകൾ ഇരിക്കുകയാണല്ലേ. 2 പ്രായമായ ആളുകൾ ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ നമുക്ക് പറയാം? 2 elderly people are sitting on a bench. 2 elderly people are sitting on a bench. 2 elderly people are sitting on a bench. 2 പ്രായമായ ആളുകൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. 2 elderly people are sitting on a bench. 2 elderly people are sitting on a bench. ഓക്കെ മക്കളെ, നമ്മൾ അങ്ങനെ 10 സെൻറ്റൻസസ് നോക്കി. ഇനിയും സെൻറ്റൻസസ് ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് ഹോംവർക്ക് അതാണ്. ടീച്ചർ പറഞ്ഞ 10 സെൻറ്റൻസസ് കൂടാതെ ഏതെങ്കിലും സെൻറ്റൻസ് മക്കൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിവിടെ കോമൻറ്റ് ചെയ്യുക. അതുകൂടാതെ സെക്കൻഡ് ഹോംവർക്ക് ഇതാണ്. ടീച്ചർ 10 സെൻറ്റൻസ് പറഞ്ഞു, അതിലുള്ള ഏതെങ്കിലും സെൻറ്റൻസ് ഇംപ്രൂവ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ, ഇംപ്രൂവ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ഗേള് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ജനറലായിട്ട് പറയണം. ഉദാഹരണം, ഗേള് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് എന്ന് ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതി. അപ്പോൾ നിങ്ങൾക്കതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഗേൾ വെയറിങ് എ റെഡ് ഫ്രോക്ക് ഇസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. അല്ലെങ്കിൽ ഗേൾ ഇസ് സിറ്റിംഗ് ഓൺ എ ബ്ലാക്ക് ബെഞ്ച്. A girl is sitting on a wooden bench. A girl wearing red frock is sitting on a wooden bench. ഇങ്ങനെയൊക്കെ എഴുതാം. ഇതൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഹോംവർക്ക് ഇതാണ്. മക്കൾക്ക് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവൈസ്ഡ് വേർഷൻ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ഹോംവർക്ക്. അപ്പോൾ ഇനി ആ 10 സെൻറ്റൻസസ് ഒന്ന് നോക്കിയാലോ നമുക്ക്? ഓക്കെ, നോക്കാം. This picture shows a park. Many children are playing here. A boy is jumping on a trampoline. A child is riding a bicycle. A boy is placing a paper boat in the fountain. Another boy is feeding fish in the water. A girl is sliding down a slide. A child is climbing the play structure. A girl is flying a kite near the blue slide. 2 elderly people are sitting on a bench. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ബാക്കി ഹോംവർക്ക്സ് എന്താണെന്നുള്ളത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയക്കാം. അപ്പോൾ ഹാപ്പി ലേണിംഗ് മക്കളെ.